ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിന് ഹണ്ടർ എടുക്കണം, ആർക്കൊക്കെ ഹണ്ടർ എടുക്കാം എന്നുള്ള, അതായത് ഞാനിപ്പോൾ ഹണ്ടർ എടുത്തിട്ട് ഏകദേശം 3 കൊല്ലമാവുന്നു. അപ്പോൾ എനിക്കുണ്ടായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതെല്ലാമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഒരു ചെറിയ വീഡിയോയാണ്, പെട്ടെന്ന് തീർത്തേക്കാം. അപ്പോൾ എനിക്കുണ്ടായ മെയിനായിട്ടുള്ളൊരു എന്താ പറയുക ഗുണം എന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വിലയ്ക്ക് എനിക്കൊരു 350 സി സി വണ്ടി കിട്ടി എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തത്, എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്ന വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്ലാറ്റിനയാണ്. പ്ലാറ്റിനയിൽ എനിക്ക് ഇച്ചിരി ദൂരം പോകാനോ എടുക്കാനൊന്നും പറ്റത്തില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. അതൊരു കമ്മ്യൂട്ടറാണ്, ഡെയിലി കമ്മ്യൂട്ടറാണ്. പിന്നെ അതിന് നടുവേദന കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ബദലായിട്ട് എനിക്ക് വേറൊരു വണ്ടി വേണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കുക. അതും ലോഞ്ച് ഡേറ്റിൻ്റെ അന്ന് തന്നെ പോയി ഞാൻ ഈ വണ്ടി എടുത്തത്. അപ്പോൾ അന്ന് ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. പക്ഷേ ഇനി നിങ്ങളെങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു വണ്ടി എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ കുറേ വട്ടം ആലോചിച്ചിട്ട് മാത്രമേ എടുക്കാവൂ. അതിൽ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പില്ലിയൻ കംഫർട്ട് എന്ന് പറയുന്ന സാധനമില്ല. പില്ലിയൻ കംഫർട്ട് ഇല്ല. പില്ലിയനെ നമുക്ക് ഇരുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പില്ലിയൻ്റെ കാര്യം പോക്കാ. ആ നടുവിൻ്റെ കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കാര്യത്തിൽ ഇതിൻ്റെ സീറ്റ് കുറച്ച് ഹാർഡർ സൈഡിലാണ്. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ എയർ സീറ്റ് വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒറ്റ സ്ട്രെച്ച് ഒരു 100 കിലോമീറ്റർ ഓടിക്കാൻ പറ്റും. അതിന് മേലെ പറ്റത്തില്ല. അതിന് മേലെ നമ്മൾ എന്താ പറയുക, റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം ഓടിക്കുക. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ്. മിക്കയിടത്തും സർവീസ് ഭയങ്കര മോശമാണ്. ഞാൻ ഉള്ള കാര്യം പറയാം. മിക്കയിടത്തും സർവീസ് ഭയങ്കര മോശമാണ്. പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്ന കണക്കിരിക്കും നമ്മളുടെ വണ്ടി അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളത്. അത് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് സസ്പെൻഷൻ. സസ്പെൻഷൻ വളരെ മോശമാണ്. പിന്നെ ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയ 100 350ൽ കുറച്ച് സോഫ്റ്റ് സൈഡ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഓടിച്ച് നോക്കിയില്ല. ഒന്ന് ഓടിച്ച് നോക്കണം. ഇപ്പോൾ സോഫ്റ്റ് സൈഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും അധികം സോഫ്റ്റ് ആവാൻ സാധ്യതയില്ല. കാരണം അത് സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് പുതിയൊരു 100 350 എടുക്കുന്നത്. പിന്നെ ഇത് ഈ പഴയ 100 350 അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പുതിയ 100 350ൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് സ്കെച്ച് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ഇതിന് സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കേസ് ഇതിൽ ട്രിപ്പർ നാവിഗേഷൻ. നമ്മൾ എടുക്കുന്ന സമയത്തിന് ട്രിപ്പർ നാവിഗേഷൻ ചെയ്യണമെങ്കിൽ 6000 രൂപ എക്സ്ട്രാ കൊടുക്കണമായിരുന്നു. പക്ഷേ 6000 രൂപ എക്സ്ട്രാ കൊടുക്കുന്നതിൻ്റെ അല്ല, ആ സാധനം കിട്ടാനില്ലായിരുന്നു. അതാണ് മെയിനായിട്ട്. ഇതിപ്പോൾ ഇൻബിൽട്ട് ആയിട്ട് ട്രിപ്പർ നാവിഗേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഓൺ റോഡ് വണ്ടി വില വരുന്നത്, ടോപ്പ് എൻഡിന് വരുന്നത് 2,24,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. ഞാൻ എടുത്ത സമയത്തിന് എൻ്റെ ഇരിക്കുന്ന ഡാപ്പർ വെയിറ്റാ. ഞാൻ എടുത്ത സമയത്തിന് ഏകദേശം 2,06,000 രൂപയായിരുന്നു വന്നിരുന്നത്. മറ്റേ വേരിയൻറ്റിൽ റിബൽ വേരിയൻറ്റിന് ഏകദേശം 2,12,000, ഏകദേശം 10,000 രൂപ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി. അതായത് ഇപ്പോഴത്തെ വേരിയൻറ്റ് ഇറങ്ങിയപ്പോഴത്തേക്കും അവരൊരു 6,000 രൂപ കൂട്ടി. അതിന് മുന്നത്തെ വേരിയൻറ്റ് നിന്ന സമയത്തിന് ഒരു ഇടയ്ക്ക് കുറച്ച് സമയമൊക്കെ ആയപ്പോഴത്തേക്കും അവർ ഏകദേശം ഒരു 6,000 രൂപ അങ്ങനെ കൂട്ടിയായിരുന്നു. അപ്പോൾ ഇത് ആരൊക്കെ എടുക്കണം, ഇത് എന്തിനെടുക്കണം എന്നൊക്കെ ഉള്ള, ഡെയിലി കമ്മ്യൂട്ടിങ്ങിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതെടുക്കാം. ഡെയിലി കമ്മ്യൂട്ടിങ്ങിനാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കും. പിന്നെ വേറൊരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരുപാട് ട്രാഫിക്കിൽ ഓട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ ഇതടിക്കും, എന്താ ഹീറ്റടിക്കും. അതുകൊണ്ട് അത് നോക്കണം. പിന്നെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് നല്ല ഈസി ആയിട്ട് ഹൈവേ കമ്മ്യൂട്ടിങ്ങിനായാലും, ഇപ്പോൾ ക്രൂസിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വണ്ടി ചൂസ് ചെയ്യരുത്. നിങ്ങൾ മീറ്റിയോറിലോട്ടോ അല്ലെങ്കിൽ ക്ലാസിക് 350ലോട്ടോ അങ്ങനെ എന്തെങ്കിലും വണ്ടിയിലോട്ട് മാറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ഹൈനസ് ഉണ്ട്, RS ഉണ്ട്, ഇങ്ങനത്തുള്ള വണ്ടികളുണ്ട്. അപ്പോൾ അതിലോട്ട് മാറുന്നതായിരിക്കും സേഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ ഒരു ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിൾ മാത്രമാണ് ഈ ഒരു വണ്ടി. അല്ലാതെ നമ്മൾ സീരിയസ് ആയിട്ട് ഒരുപാട് ടൂറിങ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിയിൽ പറ്റത്തില്ല എന്നല്ല, പറ്റും. പക്ഷേ ഇതിന് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. അത് നമ്മളുടെ ശരീരത്തിൽ പ്രകടമാകും. പിന്നത്തെ കേസെന്ന് പറയുന്നത്,
നിങ്ങളിപ്പോൾ പുതിയൊരു വണ്ടി എടുത്തവരാണെങ്കിലും പഴയ ഒരു 150 ഓണറാണെങ്കിലും ഒരു കാര്യം പ്ലീസ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഒരു റേഡിയൽ ടയർ വാങ്ങിയിടുക. ബാക്ക് ടയർ മെയിനായിട്ട് ബാക്ക് ടയർ ഒരു റേഡിയൽ ടയർ വാങ്ങിയിടുക. ഒരുവിധം ചെറിയ അണ്ടുലേഷനൊക്കെ ഈ റേഡിയൽ ടയർ ഇട്ടതുകൊണ്ട് എനിക്ക് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ രണ്ടാമതാണ് ബാക്ക് ടയർ മാറുന്നത്. ഏകദേശം 24,000 കിലോമീറ്റർ എനിക്ക് ആ ബാക്ക് ടയർ കിട്ടി. അപ്പോൾ ഞാൻ റേഡിയൽ ടയറാണ് മാറിയത്. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. നല്ല ടയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ടയറിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ടാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഇറ്റ്സ് അഖിൽ ഗുരു സൈനിങ് ഓഫ്.